ഡയബറ്റീസ് ഉള്ളവരിൽ കണ്ടുവരുന്ന സെക്ഷൽ ഡിസ്ഫങ്ഷനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം, എങ്ങനെയാണ് നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു ന്യൂറോപ്പതിയുടെ ഭാഗമാണെന്നുള്ളതാണ്. പ്രമേഹമുള്ളവർക്ക് 90% പേർക്ക് ഉണ്ടാകുന്ന വിഷയമാണ് ന്യൂറോപ്പതി. അതിന്റെ കാരണം നമ്മളിലെ ബ്ലഡിലുള്ള ഉയർന്ന തോതിലുള്ള ഇൻസുലിനും ഗ്ലൂക്കോസുമാണ്. അങ്ങനെ ഹൈപ്പർ ഗ്ലൈസീമിയ, ഹൈപ്പർ ഇൻസുലിമിയ എന്ന അവസ്ഥയിലാണ് നമ്മളുടെ ബ്ലഡ് എപ്പോഴും ഉള്ളത്. ഈ ബ്ലഡ് ഒഴുകുമ്പോൾ അത് ഒഴുകുന്ന ബ്ലഡ് വെസൽസിന്റെ ഞരമ്പുകളുടെ ആരോഗ്യക്ഷയത്തിന് കാരണമായി തീരും. അതിനുള്ളിലുള്ള ഏറ്റവും ഉള്ളിലുള്ള ലെയർ, സ്മൂത്ത് ആയിട്ട് ബ്ലഡ് ഒഴുകാനുള്ള ലെയർ ഉണ്ട്, അതിന് ഡിസ്ഫങ്ഷൻ വരും. അതിന് നമ്മൾ എൻഡോസീലിയൻ ഡിസ്ഫങ്ഷൻ എന്ന് പറയുമല്ലോ. അപ്പൊ അപ്പോൾ റഫായിട്ടുള്ള സർഫസ് വരും. അതുപോലെ നൈട്രിക് ഓക്സൈഡിന്റെ ഉൽപാദനം കുറയും. ഇതിന്റെ ഫലമായിട്ട് സ്റ്റിഫ്നെസ് വരും ഞരമ്പുകൾക്ക്. ഞരമ്പുകൾക്കിടെ സങ്കോച വികാസങ്ങൾ, അതിൻ്റെ ഒരു എക്സ്പാൻഷൻ ഒക്കെ നടക്കാത്ത അവസ്ഥ വരും. അപ്പോഴാണ് ബ്ലഡ് കൃത്യമായിട്ട് പാസ് ചെയ്യാതെ വരണത്. ഒപ്പം അതിനകത്ത് കൊളസ്ട്രോൾ, നമ്മുടെ കൊഴുപ്പ് കടിഞ്ഞുകൂടും, ഫാറ്റ് വന്നിട്ട് അടിയും. കൊളസ്ട്രോൾ, നമുക്ക് ഒരുപാട് പേര് കൊളസ്ട്രോൾ ഉള്ളവരായിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഈ കൃത്യമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞു പോകുന്നതാണ് ഒരു പ്രശ്നം. അപ്പൊ ബ്ലഡ് കൃത്യമായി സപ്ലൈ ചെയ്താൽ മാത്രമേ, എക്സ്പാൻഡ് ചെയ്തിട്ട് ബ്ലഡ് സപ്ലൈ ചെയ്താൽ മാത്രമേ ഇറക്ഷൻ ഉണ്ടാവുള്ളൂ. ഇതിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ഇറക്ഷന്റെ പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ന്യൂറോപ്പതിയുടെ ഭാഗമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ വിഷയം, ഇതൊരു ഹോർമോൺ ഇംബാലൻസിന്റെ പ്രശ്നം കൂടിയിട്ടാണ്. പ്രമേഹമുള്ളവരുടെ ബ്ലഡിൽ എപ്പോഴും ഉള്ളത് ഇൻസുലിൻ കൂടിയ ബ്ലഡ് ആയിരിക്കും, ഹൈപ്പർ ഇൻസൂമിയ എന്ന അവസ്ഥയായിരിക്കും. നമുക്കറിയാം, നമ്മുടെ ഇൻസുലിന്റെ കുറവുള്ളതല്ല നമ്മുടെ പ്രശ്നം, അത് ടൈപ്പ് 1 കുറവ്. ടൈപ്പ് 2 ഉള്ളവർക്ക് ഇൻസുലിന്റെ കുറവല്ല, ക്വാളിറ്റി കുറവാണ് വിഷയം. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഹോർമോൺ ശരീരത്തിൽ കൂടിയാലോ കുറഞ്ഞാലോ അത് ആരോഗ്യക്ഷയത്തിന് കാരണമായി തീരും. അതിപ്പോ നമ്മളുടെ ഈ അതിന്റെ ഫലമായിട്ട് പിറ്റ്യൂട്ടറിയുടെ പ്രവർത്തനം അബ്നോർമൽ ആവും, തൈറോയിഡിന്റെ പ്രവർത്തനം പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെ പാരാതൈറോയിഡ്, ഇങ്ങനെ ഓരോ ഗ്ലാൻഡ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഒരു അപജയത്തിന് കാരണമെത്തി. അതിനെ ആയുർവേദത്തിൽ ക്രോധിക്കുക എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ശരീരത്തിന് ടോട്ടലായിട്ടുള്ള ശക്തിക്ഷയം ഉണ്ടാവും. ഇത് നമ്മളുടെ ഈ വിഷയത്തെ സ്വാധീനിക്കും. പിന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, നമ്മളിപ്പോൾ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നുണ്ടാവാം, ഹൈപ്പർ ടെൻഷന് മരുന്ന് കഴിക്കുന്നുണ്ടാവാം, ഫാറ്റി ലിവർ, ഇങ്ങനെ പലതരത്തിലും മരുന്ന് കഴിക്കുന്നുണ്ടാവാം. ഈ മരുന്നുകളും ഇതിനെ തടസ്സപ്പെടുത്തും. അപ്പൊ അത് കൂടാതെ വരുന്ന വിഷയം നമ്മളുടെ ബ്ലഡിൽ, നമ്മളുടെ ആഹാരത്തിൽ വരുന്ന വ്യത്യാസമാണ്. നമ്മളുടെ ബ്ലഡിൽ എപ്പോഴും ഷുഗർ കൂടിയിരിക്കും. ഏതൊക്കെ മരുന്ന് കഴിച്ചാലും ഷുഗർ കൂടിയിരിക്കും, ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും പോഷകം കൂടിയാലും കുറഞ്ഞാലും അത് ആരോഗ്യക്ഷയത്തിന് കാരണമായി തീരും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഇറക്ഷന്റെ പ്രോബ്ലം ഉണ്ടാവുന്നത്. അപ്പൊ ബ്ലഡ് വെസൽസ് മാത്രം, ഞരമ്പുകൾ മാത്രമല്ല, വെയിനുകളുടെ ആരോഗ്യക്ഷയത്തിനും കാരണമായി തീരും. അപ്പൊ ഇത് ബ്ലഡ് വന്ന് നിറയുകയും അവിടുന്ന് റിലീസ് ചെയ്യുക, അവിടുന്ന് ബ്ലഡ് പോവുകയും ചെയ്യണം. ഇത് നടക്കാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതുകൂടാതെ ന്യൂറോപ്പതി, അതായത് നാഡികളുടെ പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ ഇറക്ഷൻ ഉണ്ടായാൽ തന്നെ, നമുക്കൊരു സെക്ഷൽ ഡ്രൈവിൽ ഏർപ്പെട്ടാൽ തന്നെ അനുഭൂതി കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. കാരണം സെൻസിറ്റിവിറ്റി എപ്പോഴും നാഡികളിൽ കൂടിയിട്ടാണ്. നമുക്കറിയാം, ഹാർട്ടിൽ നിന്നാണ് രക്തക്കൊഴലുകൾ പുറപ്പെടണമെങ്കിൽ ബ്രെയിനിൽ നിന്നാണ് നാഡികൾ പുറപ്പെടുന്നത്. അപ്പൊ നാഡികളുടെ കൂടി പ്രവർത്തനം ഉണ്ടെങ്കിൽ നമുക്കൊരു അനുഭൂതി ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ പ്രമേഹമുള്ളവർക്ക് അറിയാം, നമ്മുടെ കാലിന്റെ പെരുപ്പ്, കാലിന്റെ മരപ്പ്, സെൻസിറ്റിവിറ്റി കുറയുന്ന പ്രശ്നം, ചെരുപ്പ് ഉരിപ്പിൽ അറിയില്ലാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. ഇതൊക്കെ നാഡികളുടെ പ്രശ്നമാണ്. ഈ നാഡികൾ കാലിലുണ്ടാവുന്ന പോലെ തന്നെ നമ്മുടെ സെക്സിന്റെ ഓർഗൻസിലേക്ക് ഇത് സംഭവിക്കും. അപ്പൊ അതിന്റെ ഫലമായിട്ടൊരു നമുക്കൊരു അനുഭൂതിയുടെ കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇത് അനുഭവപ്പെടും നമുക്ക്. അപ്പൊ ഇങ്ങനെ 2 തരത്തിലുള്ള പ്രശ്നമാണ് ഇതിനെ, 2 അല്ല 3 തരത്തില്, ന്യൂറോൺസും അതുപോലെ ആർട്ടറികളും വെയിനുകളും, ഇതെല്ലാം അതിന് സ്വാധീനം. മസിൽസിന്റെ സ്ട്രെങ്ത് പൊതുവെ കുറവായിരിക്കും. നമുക്കറിയാം, പ്രമേഹമുള്ളവർക്ക് മസിൽ ലൂസ് തന്നെ അറിയാൻ സാധിക്കും, അതും ഇതിനെ ബാധിക്കും. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരീരത്തിൽ ടോട്ടലായിട്ട് വരുന്ന ആരോഗ്യക്ഷയത്തിന്റെ ഇൻഡിക്കേറ്റർ ആണെന്ന് മനസ്സിലാക്കണം. അപ്പൊ നമുക്കിപ്പോൾ ഇത് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വിഷയം വേണ്ടാന്ന് വെക്കാം നമുക്ക്. പക്ഷെ എങ്കിലും നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ ക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഏറെ താമസിയാതെ നമുക്ക് ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവാം, അതുപോലെ നമുക്ക് സ്ട്രോക്കോ മറ്റു പ്രശ്നങ്ങളും ഉണ്ടാവാം. കാരണം ശരീരത്തിൽ മുഴുവൻ എല്ലാ ഞരമ്പുകളുടെയും വികാസ സങ്കോചങ്ങൾ ഇതിനെ ബാധിക്കുന്നു.
നമ്മൾ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഇതിന് വേണ്ടി മരുന്ന് കഴിച്ചാൽ ഈ മരുന്നുകളും ചിലപ്പോൾ നമുക്ക് അതിന്റെ സൈഡ് എഫക്ട് നമുക്ക് കൂടുതൽ ദോഷം ഉണ്ടാക്കാം. കാരണം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അവയവത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതിന് ഞരമ്പുകൾക്ക് വികാസം ഉണ്ടാവാനും ഇറക്ഷൻ ഉണ്ടാവാൻ വേണ്ടി മരുന്ന് കഴിക്കുമ്പോൾ അത് അവിടെ മാത്രമല്ല ഉണ്ടാവുന്നത്, അത് നമ്മളുടെ ഹാർട്ടിലും ഞരമ്പ് വികസിക്കും, ബ്രെയിനിലും ഞരമ്പ് വികസിക്കും, കിഡ്നിയിലും ഞരമ്പ് വികസിക്കും. ഇത് നമ്മളുടെ ഇപ്പോൾ ഹാർട്ടിലെ ഞരമ്പ് ഹാർട്ട് കാർഡിയാക് പ്രോബ്ലം ഉണ്ടാവാൻ കാരണമായിത്തീര. അതുപോലെ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവും. ഇപ്പൊ സ്ട്രോക്ക് ധാരാളം പേർക്ക് കാണുന്നുണ്ടല്ലോ. അതിന്റെ ഒരു കാരണം എല്ലാവർക്കും ഇങ്ങനെ അല്ല പറഞ്ഞത്, ഒരു കാരണം ഈ പ്രശ്നമാണ്. അതുകൊണ്ട് മരുന്ന് കഴിച്ചുള്ള ഒരു പരിഹാരം അത്ര നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നാ പറഞ്ഞത്. മരുന്ന് കഴിക്കണമെന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്നല്ല പറഞ്ഞത്. അത് താൽക്കാലികമായ ഒരു പരിഹാരമാണ് ഉണ്ടാവുന്നത്. നമുക്ക് താൽക്കാലിക പരിഹാരമല്ല വേണ്ടത്. നമ്മുടെ ശരീരത്തിന്റെ ടോട്ടലായിട്ടുള്ള ശക്തി വർദ്ധിപ്പിക്കുന്ന ശ്രമമാണ് നമുക്ക് നടത്തേണ്ടത്. ഇത് കൂടാതെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പല ആളുകളെയും ധാരണ ഇത് ഈ ഒരു 10-55 വയസ്സൊക്കെ ആകുമ്പോഴേക്കും തീരും എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഈ ഒരു പുരുഷന്മാരെ സംബന്ധിച്ചോളം ഇതൊരു 65, 70, 75 വയസ്സ് വരെ നിൽക്കും. അപ്പൊ നിങ്ങൾക്ക് 55 വയസ്സാകുമ്പോഴേക്കും ഇത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 60 വയസ്സാകുമ്പോൾ കുറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു 70 വയസ്സുകാരന്റെ അവസ്ഥയിൽ ജീവിക്കും എന്നുള്ളതാണ്. 70 വയസ്സുകാരനുണ്ടാകും. കാരണം കലണ്ടറിൽ വയസ്സ് 55 ആയിരിക്കും. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് 70 വയസ്സുകാരൻ്റെ. അതിന്റെ മെറ്റബോളിക് ഏജ് കലണ്ടർ ഏജ് എന്ന് പറയും. സർട്ടിഫിക്കറ്റ് ഏജ് അല്ല, ശരീരത്തിന്റെ ഏജ് അതിനേക്കാളും കൂടിപ്പോയി കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് വരണമെല്ലാം നമുക്ക് ഇത് സ്ത്രീകൾക്ക് സംഭവിക്കും. ഇപ്പൊ 55 വയസ്സിലുണ്ടാവുന്ന മെനോപോസ് ഇപ്പൊ 45 വയസ്സിലേ ആരംഭിക്കും. അതിന്റെ കാരണം അവർക്ക് ആരോഗ്യം ക്ഷയിച്ചു പോകുന്നതാണ്. അപ്പൊ അതും അവർക്കുണ്ട് വിഷയങ്ങൾ. ഡ്രൈ ആയിട്ടുള്ള അവസ്ഥ വരും, അതുപോലെ വേദനാജനകമായ അവസ്ഥ ഉണ്ടാവും, അതുപോലെ ഓർഗാസത, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പൊ ഇതിന്റെ കാരണം ഈ ശരീരത്തിന്റെ ടോട്ടലായിട്ടുള്ള ആരോഗ്യത്തിന്റെ ക്ഷയമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ ഇങ്ങനെ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന പറയാനുള്ളത്, പ്രമേഹമുള്ള 90% പേർക്കും ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവാൻ ഇടയുള്ള വിഷയമാണ് ന്യൂറോപ്പതി. അതിന്റെ ഭാഗമാണ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പലരും നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ, സാർ എനിക്ക് കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സെക്സിന്റെ പ്രശ്നമൊന്നുമില്ല, കാലിന്റെ പെരുപ്പൊന്നുമില്ല, ഷുഗർ 200 ഉണ്ട്, ഞാൻ രാവിലെ വേണ്ട കൂടി അതിൽ ഇൻസുലിൻ എടുക്കുന്നുണ്ട്, ഞാൻ സേഫാണ്, ഓക്കെയാണ്, ഞാൻ എല്ലാ 6 മാസം കൊണ്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടെസ്റ്റ് ചെയ്ത് അറിഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ടെസ്റ്റ് ചെയ്ത് അറിഞ്ഞ് ഒക്കെ പോയി എന്ന് അറിഞ്ഞാൽ നമുക്ക് മാറ്റിക്കൊണ്ടുവരുന്നത് പലപ്പോഴും ഒരു റിവേഴ്സ് സാധ്യമല്ല. അപ്പോൾ നമ്മൾ വേണ്ടത്, പ്രമേഹം ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇന്നേ തന്നെ വരാതിരിക്കാനുള്ള ശ്രമം നടത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ബുദ്ധിയുള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുള്ള മാർഗങ്ങൾ പഠിക്കുകയും അത് നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ മറ്റൊരു പല ആളുകൾ ഒറ്റമൂലി തേടി പോകും. ഇപ്പൊ നമ്മൾ തന്നെ ഫോൺ ചെയ്യുമ്പോൾ പലരും ചോദിക്കണത്, സാർ ഇതിന് എന്താ മരുന്നെന്നാണ് ചോദിക്കണത്. എനിക്ക് പറയാനുള്ള അങ്ങനെ മരുന്നില്ല എന്നാ പറയാനുള്ളത്. അങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിക്കപ്പെട്ട അതിനായിരിക്കും അടുത്ത നോബൽ പ്രൈസ് കിട്ടാൻ പോകുന്നത്. അങ്ങനെ മരുന്നില്ല. കാരണം ഈ നമ്മൾ പലപ്പോഴും ഈ കോഫി കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ കഷായം കുടിച്ചാൽ മതി, വേര് കുടിച്ചാൽ മതി എന്നൊക്കെ പറയാനുണ്ട്. ഇത് ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാക്കണത്. പലപ്പോഴും നമ്മുടെ കിഡ്നിയും ലിവറിനൊക്കെ ദോഷകരമായിട്ട് ബാധിക്കാം. അതുപോലെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യിച്ചാൽ അത് നമുക്ക് നാളെ ദോഷമായിട്ട് വരാം. അത് ലിവറിന്റെയോ ഹാർട്ടിന്റെയോ നമ്മുടെ ബ്രെയിനിന്റെ ഒക്കെ പ്രശ്നത്തിൽ കാരണം എത്തിയിരാം. അതുകൊണ്ട് ഒറ്റമൂലികളുടെ സ്ഥലത്തിൽ ഫലപ്രദം താൽക്കാലികമായിട്ട് ചില പ്രയോജനം കിട്ടിയാലും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത്രയും കൂടി ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഈ ഒറ്റമൂലികൾ തേടി പോവുകയോ അല്ലെങ്കിൽ കുറുക്കുവഴികൾ ഇല്ല, കുറുക്കുവഴി തേടി പോവല്ല വേണ്ടത്. നമ്മുടെ സമഗ്രമായിട്ടുള്ള നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള കാര്യം ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സമീപനമാണ് നമ്മളിവിടെ നടത്തണത്. ഒപ്പം നമ്മളുടെ മറ്റ് ഹോർമോണുകളുടെ ഉൽപാദനം കറക്റ്റ് ആക്കിയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക, ഇതാണ് ചെയ്യണത്. അപ്പൊ അതിനുള്ള ഒന്ന് ആഹാരമാണ്. നമുക്കറിയാം, നമുക്ക് യഥാഹാരം തഥാരോഗ്യം എന്ന് പറയും. ഫുഡ് ക്യാൻ ഹീലിംഗ്, ഫുഡ് ക്യാൻ കില്ലിംഗ് എന്ന് പറയും. ശരിയായ ആഹാരം നമ്മുടെ രക്ഷകനും, തെറ്റായ ആഹാരം നമ്മളുടെ അന്ധകനും, നമ്മളുടെ മരണത്തിനും, നമ്മളുടെ ആരോഗ്യക്ഷത്തിനും കാരണമെത്തി. അപ്പൊ ശരിയായ ഡയറ്റിലേക്ക് കൊണ്ടുവരിക ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതിനാവശ്യമായത് ഒരു കംപ്ലീറ്റ് ഫുഡ്, ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, മൈക്രോന്യൂട്രിയൻസ്, വെറ്റോന്യൂട്രിയൻസ്, ഫാറ്റ്, ഇതെല്ലാം കിട്ടാൻ പാകത്തോളം ഡയറ്റിലേക്ക് കൊണ്ടുവരും. ഇപ്പൊ നമുക്ക് മഗ്നീഷ്യത്തിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ, വിറ്റാമിൻ ഡിയുടെ കുറവ് വന്നാൽ, കാൽസ്യത്തിന്, ഇതൊക്കെ ഈ രക്ഷനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ വേണ്ടത് ഒരു ഡയറ്റ്, കറക്റ്റായ ഡയറ്റിലേക്ക്. ഇത് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത്. രണ്ടാമതിന് കുറച്ച് വ്യായാമം ആവശ്യമാണ്. കൃത്യമായ ബ്ലഡ് സർക്കുലേഷൻ എടുത്തുണ്ടാവണം, മസിൽസിന് ശരിയായ സ്റ്റിമുലേഷൻ കിട്ടണം, നമ്മളുടെ ജോയിന്റുകളുടെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കണം, ഇന്റേണൽ ഓർഗൻസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ശരീരം ഇത് ആക്ട് ചെയ്യുള്ളൂ.
ഇതൊരു ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു പുനർനിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഒരു ഫംഗ്ഷനാണിത്. അതിൻ്റെ ഒരു ദൗത്യമാണ്. അപ്പൊ ശരീരം നോക്കണത് നമ്മളുടെ ശരീരം പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ പ്രകൃതി അനുവദിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇറക്ഷൻ കുറഞ്ഞാലോ അല്ലെങ്കിൽ ഓർഗാസത്തിന്റെ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് എന്റെ ശരീരം ഇതിന് പര്യാപ്തമല്ലാത്ത അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. വീണ്ടും അങ്ങനെ ആയിത്തീരുന്നത് കാരണം പ്രകൃതി എപ്പോഴും ആരോഗ്യമുള്ള ഒരാളിൽ നിന്നാണ് അടുത്ത തലമുറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുള്ളൂ. അപ്പൊ ശരീരത്തെ ടോട്ടൽ ആരോഗ്യം ക്ഷയിച്ചാൽ ഇത് ക്ഷയിച്ചു പോകും. അപ്പൊ ശരീരത്തിന് ടോട്ടലായിട്ട് ആരോഗ്യം വർദ്ധിപ്പിക്കണം. ഇതിന് വ്യായാമം അത്യന്താപേക്ഷിതമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ഇത് സിമ്പിളാണ്, നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നത്. ഇരുന്നും നിന്നും കിടന്നുള്ള വ്യായാമം. നടന്നിട്ട് മാത്രം കാര്യമില്ല, നടക്കുന്നവർക്കൊക്കെ പ്രശ്നമുണ്ട്. ഇരുന്നും നിന്നും കിടന്നുമുള്ള ലഘുവായ വ്യായാമങ്ങൾ, സമഗ്രമായ വ്യായാമങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. അരമണിക്കൂർ ചെയ്താൽ മതി. പിന്നെ കുറച്ച് നമ്മൾ ശരിയായിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസുകൾ, അതും വളരെ ഫലപ്രദമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കണം, നമ്മളുടെ ബ്ലഡ് വെസൽസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശരിയായിട്ടുള്ള ഒരു ബ്രീത്തിങ് എക്സസൈസുകൾ പഠിപ്പിക്കും. അതുപോലെ തന്നെ പിന്നെ ആവശ്യമായ ചില പ്ലാന്റ് മെഡിസിൻസ്, അതുപോലെ ചില മരുന്നുകളുണ്ട് ഇതൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ആ ഡിഫിഷ്യൻസി പരിഹരിക്കാൻ പറ്റിയ ചില മരുന്നുകളുണ്ട്. ഇത് ആഹാരവുമാണ് ഔഷധവുമാണ്. അത്തരം ഔഷധങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. ഇങ്ങനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് പരിഹരിക്കാവുന്ന വിഷയമാണ്. അതുകൊണ്ട് മനസ്സിലാവണമെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടില്ല, ടോട്ടൽ നിങ്ങളുടെ ബ്ലഡിലെ ഷുഗർ കുറഞ്ഞു വരും. ആഹാരത്തിലൂടെയും വ്യായാമത്തിലൂടെയും നിങ്ങളുടെ ഷുഗറിനെ കുറയ്ക്കും, മരുന്നിലൂടെ മാത്രമല്ല. അതുപോലെ ശരീരത്തിന്റെ ടോട്ടലായിട്ടുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള കാര്യം ചെയ്യും. അങ്ങനെ നമുക്കൊരു വീണ്ടും ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കും. ഇതിനുള്ള ട്രെയിനിന് കുറച്ച് പരിശീലനം ആവശ്യമാണ്. വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ഒരു ഗുളിക കഴിച്ചിട്ടോ ഒരു മരുന്ന് കഴിച്ചിട്ടോ ഒരു കഷായം കുടിച്ചാൽ ആവില്ല. അപ്പൊ ഇതിന് സമഗ്രമായ സമീപനം ആവശ്യമാണ്. ഇതെല്ലാം വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യണത്, നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് മൂവാറ്റ സുഖജീവൻ പ്രകൃതികേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തില് നേച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തില് ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന ഷുഗർ റിവേഴ്സ് ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട്. ഷുഗറും ഇതുമായി അനുബന്ധപ്പെട്ട മറ്റ് രോഗങ്ങൾ, റിലേറ്റഡ് ഡിസീസുകൾ, അനുബന്ധ രോഗങ്ങളെ എല്ലാം കുറയ്ക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള കൃത്യമായ ഡയറ്റുകൾ വിശദമായി പഠിപ്പിക്കും. അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഫിസിക്കൽ എക്സസൈസ് പഠിപ്പിക്കും. അതിനായിട്ടുള്ള ബ്രീത്തിങ്. ഇതിന് ഒരു മാസക്കാലത്തെ ക്ലാസ് ആണ്. രാവിലെ ഉണ്ട് ക്ലാസ്, വൈകിട്ടും ഉണ്ട് ക്ലാസ്. 1 മണിക്കൂർ ക്ലാസ് ഉണ്ട്. അപ്പൊ ഈ ക്ലാസ്സിൽ കയറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ എല്ലാം കുറച്ചുകൊണ്ടാൻ സാധിക്കും. നാച്ചുറൽ ആയിട്ടുള്ള മാർഗം, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. വളരെ ചെലവ് കുറഞ്ഞ മാർഗം, വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ പരമാവധി പരിഹരിക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഞാനിപ്പോൾ ട്രീറ്റ്മെന്റിനോ ആശുപത്രി പോകുന്ന മരുന്ന് കഴിക്കണമെന്ന് എതിർക്കുകയല്ല ചെയ്യണത്. ശരിയായ മാർഗം നാച്ചുറലായി, കാരണം ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവിതശൈലി രോഗമാണ്. തെറ്റായ ജീവചര്യയാണ്, ശരീരം ചോദിക്കാത്ത ജീവചര്യയാണ് നമ്മുടെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. അതിന്റെ മരുന്ന് പറഞ്ഞത് ശരിയായ ജീവചര്യയിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ്. ഇതൊരു രോഗമല്ല, മെറ്റബോളിക് ഡിസോർഡറാണ്, ഡിസോർഡർ വരുന്ന ഓർഡറാണ്. ഇതിനുള്ള പരിശീലനമാണ്, ഇതിനുള്ള ഇൻഫർമേറ്റീവായ കാര്യങ്ങളാണ് നമ്മൾ നൽകണത്. ഞാൻ ഈ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്പർ പറയാം: 9744444326 എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആർക്കും പങ്കെടുക്കാം. ധാരാളം പേര് ഇതുപോലെ ഈ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് ഇത്തരം പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞ് സുഖവും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇത് സാധിക്കുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.